ദ ഫസ്റ്റ് ഫ്രോസ്റ്റ് എന്ന ചൈനീസ് ഡ്രാമയുടെ മറ്റൊരു എപ്പിസോഡിലോട്ട് കിടക്കാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ യാനിൻ്റെ കോളേജ് ലൈഫാണ് കാണിക്കുന്നത്. യാൻ എക്സാം കാലഘട്ടത്തിൽ കോളേജ് ഹോസ്റ്റലിൽ തന്നെ ഇരുന്ന് പഠിക്കുകയാണ്. കൂടെ അവൻ്റെ ഫ്രണ്ടുമുണ്ട്. ഈ ഫ്രണ്ടാണ് ഇപ്പോൾ അവൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ആ ഒരു ഫ്രണ്ട്. ഇവർ ഒരേ റൂമിൽ തന്നെയാണ്. മാത്രമല്ല ഈ ഫ്രണ്ടിൻ്റെ നാട് ഇഹയാണ്. അതായത് ഇഫാൻ ഇപ്പോൾ പഠിക്കുന്നത് ഇവൻ്റെ നാട്ടിലുള്ള കോളേജിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ യാനാണെങ്കിൽ അവളെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മയാകുകയാണ്, ഭയങ്കര മിസ് ചെയ്യാണ്. അപ്പോഴവനോട് ചോദിക്കുകയാണ് അവൻ്റെ നാട് ഇവിടെ ഏത് ഡയറക്ഷനിലാണെന്ന് ചോദിക്കുമ്പോൾ ഇവൻ ആദ്യം ഒന്ന് ഞെട്ടിയിട്ട് പിന്നെ പറഞ്ഞു കൊടുക്കും, ദാ ഏകദേശം ആ ഒരു ഭാഗത്തായിട്ട് വരുമെന്ന്. എന്നിട്ട് അവൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത ആ ഒരു സ്ഥലത്തോട്ട് നോക്കി അങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ചോദിക്കും, നിൻ്റെ നാട്ടിലെ കാലാവസ്ഥ ഇപ്പോൾ എന്തായിരിക്കും എന്നൊക്കെ ഇങ്ങനെ കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചറിയാണ്. എന്നാൽ ഇവനെ അതെല്ലാം പറഞ്ഞു കൊടുക്കും. എന്നിട്ട് പറയും, നിനക്ക് എൻ്റെ നാട് ഇത്രയ്ക്കും ഇഷ്ടമാണോ? എന്നാൽ പിന്നെ ഈ ഒരു വെക്കേഷനിൽ നീ എൻ്റെ കൂടെ പോരെ, നമുക്ക് ഒരുമിച്ച് അവിടെ എക്സ്പ്ലോർ ചെയ്യാം എന്നൊക്കെ പറയുന്നു. എന്നാൽ അവന് അതിനൊരു മറുപടി പറയുന്നുമില്ല. അവൻ അങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അവളെ ഇങ്ങനെ ഇമാജിൻ ചെയ്തുകൊണ്ട്. അങ്ങനെ ആ ഒരു രംഗം കാണിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും പ്രസൻറ്റ് ലൈഫിലോട്ട് വരാം. ഇന്ന് ഇഫാന് അവളുടെ ഓഫീസിൽ അവളുടെ കൊളീഗുമായിട്ട് ഒരു കാര്യം ഡിസ്കസ് ചെയ്യാണ്. അതായത് അവൾ ഇന്നലെ രാത്രി യാനിൻ്റെ റൂമിൽ അവൻ്റെ കൂടെയാണല്ലോ കിടന്ന് ഉറങ്ങിയിട്ടുള്ളത്. അതിനുശേഷം അവന് ഷർട്ടില്ലാതെ നടക്കുന്നു. പിന്നെ ഇവളോട് കൂടുതലായിട്ടുള്ളൊരു ഫ്രീഡം കാണിക്കുന്നു. അപ്പോൾ ഇവൾക്ക് എന്തൊക്കെയോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവൾക്ക് അതിനൊരു ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ. പിന്നെ ഇവനാണെങ്കിൽ അവളെ നന്നായിട്ട് ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് പോലെ പിന്നാലെ നടത്തിക്കുന്നുമുണ്ട്. അപ്പോൾ അതിനെല്ലാം കൂടിയിട്ട് അവൾക്കൊരു സൊല്യൂഷൻ കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു കൊളീനോട് ഇവളുടെ കാര്യം ചോദിക്കുകയാണ്. പക്ഷേ ഇവൾക്കാണ് ഇതെല്ലാം സംഭവിച്ചതെന്നുള്ള രീതിയിലല്ല, ഇവളുടെ ഫ്രണ്ടിന് ഇങ്ങനെ ഒരു കാര്യം പറ്റിയിട്ടുണ്ട്. അപ്പോൾ അവൻ ഇങ്ങനെയൊക്കെ പെരുമാറിയിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും കാരണം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ഈ ആക്ടർ പയ്യൻ അങ്ങോട്ട് വരുന്നത്. പിന്നെ ഈ പെണ്ണ് നേരെ ആക്ടർ പയ്യനോട് അഭിപ്രായം ചോദിക്കുന്നു. എന്നാൽ അത് കണ്ട് ഇഫാന് അവനോട് ചോദിക്കേണ്ട, മിണ്ടാതിരിക്കുന്നൊക്കെ പറയുമ്പോൾ ഇവൾ പറയും, ഒന്ന് നീ മിണ്ടാതിരുന്ന ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ. പിന്നെ അവനൊരാണല്ലേ, അപ്പോൾ ഈ ആണുങ്ങളുടെ മനസ്സിലിരിപ്പ് അവനക്കാണ് കൂടുതൽ അറിയുക എന്നും പറഞ്ഞുകൊണ്ട് ഈ കാര്യം ചോദിക്കുന്നു. അതിലിവൻ കൂളായിട്ട് പറയും, എൻ്റെ റിയാക്ഷൻ ആ പെൺകുട്ടിക്കനുസരിച്ച് ഇരിക്കുമെന്ന്. അതിൻ്റെ ഇടയിലോട്ട് ബാക്കിയുള്ള ആളുകളും കൂടെ വരുന്നു. അതിൽ പിന്നെ ഇവൾ എല്ലാവരോടുമായിട്ടുള്ള അഭിപ്രായങ്ങൾ എടുക്കുകയാണ്. അത് കേട്ട് ഇവളോട് അഭിപ്രായം ചോദിച്ചത് തന്നെ ഒരു വലിയ തെറ്റായി എന്ന രീതിയിൽ നിൽക്കും. എന്നാൽ ഈ ഒരു സാഹചര്യം വിവരിക്കുമ്പോൾ ഇവിടെ ഈ ആക്ടർ പയ്യൻ ഇവളോട് സീക്രട്ടായിട്ട് ചോദിക്കുകയാണ്, അല്ല നിനക്കും യാനും ഇടയിൽ സംഭവിച്ച കാര്യമൊന്നുമല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇവളെ അല്ല എന്ന രീതിയിൽ അങ്ങനെ ഒരു പെട്ട രീതിയിൽ തന്നെ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണെങ്കിൽ എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങൾ അങ്ങനെ പറയുന്നുണ്ട്. ഓരോരുത്തർ പറയുന്നുണ്ട്, ചിലപ്പോൾ അവൻ ഫ്ലേർട്ട് ചെയ്യുകയായിരിക്കും, ഇവളെ കൂടുതൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ ഓരോ അവസരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നടക്കുകയായിരിക്കും എന്നൊക്കെ യാനെ പറ്റി ഒരുപാട് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ അങ്ങനെ പറയുകയാണ്. അതൊക്കെ കേട്ട് ഇവൾക്കും ഇനി അതായിരിക്കോ എന്ന രീതിയിൽ അറിയാതെ തെറ്റിദ്ധരിച്ചു പോവുകയാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം ഇവർക്ക് വീട് ക്ലീൻ ചെയ്യുന്ന ഡേയാണ്. രണ്ടുപേരും തകൃതിയായിട്ട് ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇവിടെ ഇഫാന് ഇന്നലെ അവളുടെ ആ കൊളീഗ് പറഞ്ഞു കൊടുത്തല്ലോ ഇവനെ ഫ്ലേർട്ട് ചെയ്യുകയായിരിക്കും. ആ ഒരു കാര്യങ്ങളെല്ലാം ഇവളിങ്ങനെ ഓർത്തുകൊണ്ട് ഇവിടെ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടും അവൾ ഓരോന്നാലോചിച്ച് ഇങ്ങനെ മനസ്സിലിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവൻ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഇവളുടെ അടുത്തോട്ട് വന്നിട്ട്, എന്താ നീ എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന രീതിയിൽ പെട്ടെന്ന് പറയും. അങ്ങനെ അവളുടെ റൂമിൻ്റെ ഫ്ലോർ ക്ലീൻ ചെയ്യുമ്പോൾ ഇവളുടെ ആ കൊളീഗ് പറഞ്ഞ കാര്യങ്ങൾ ബാക്കി ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവൾ വിചാരിക്കും, ഇതെല്ലാം എൻ്റെ വേണ്ടാത്ത ചിന്തകളാണ്. അവർക്ക് ഈ അഭിപ്രായങ്ങൾ പറഞ്ഞു തന്ന ആർക്കും ഇവൻ്റെ ശരിക്കുമുള്ള അറിയില്ലല്ലോ. എനിക്കല്ല ഇവനെ അറിയുകയുള്ളൂ. ഇവന് എന്നെ സ്കൂൾ ടൈമിൽ ഒരുപാട് തവണ ഹെൽപ്പ് ചെയ്തിട്ടില്ലേ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നൊക്കെ അവളിങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം ഓർക്കുകയാണ്. അവന് കഷ്ടപ്പെട്ട് ഇവൾക്ക് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ ഒരിടം കണ്ടുപിടിച്ച് കൊടുത്തതും, പിന്നെ ഇവൾക്ക് ക്യാഷിന് ഭയങ്കര ബുദ്ധിമുട്ടായ സമയത്ത് അവന് സഹായിച്ചതും, പിന്നെ ഒരുപാട് ഇവരെ ഒരുമിച്ച് സമയം സ്പെൻഡ് ചെയ്തതും, പിന്നെ ഇവരുടെ പാരൻസിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഇവൾ വഴക്ക് പറഞ്ഞതും, പിന്നെ ആ ലാസ്റ്റുള്ള ഗുഡ് ബൈ സീനും എല്ലാം ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്നിട്ട് ഇവൾ തന്നെ മനസ്സിൽ വിചാരിക്കും, അവൻ ഒരിക്കലും തന്നെ ഒരു രീതിയിലും അങ്ങനെ കഷ്ടപ്പെടുത്തില്ല. ഞാനാണ് അവൻ ഇത്രയും കാലം കഷ്ടപ്പെടുത്തിയത്. ഇപ്പോഴും അവൻ എന്നെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഞാനാണ് ഇപ്പോഴും അവനെ വിഷമിപ്പിക്കുന്നത് എന്നൊക്കെ അവളെ തന്നെ ഇങ്ങനെ ബ്ലെയിം ചെയ്തുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. പിന്നെ അവൾ വിചാരിക്കുന്നു, ഇത്രയും അവളിങ്ങനെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഇനി അവൾ ഒരിക്കലും കഷ്ടപ്പെടുത്താൻ പാടില്ല. എന്നിട്ട് നേരെ അവൻ്റെ റൂമിൻ്റെ അടുത്തോട്ട് പോയിട്ട് അവൻ ഉറങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ കഥക്ക് തുറക്കാൻ വന്ന അവനോട്, വേണ്ട തുറക്കണ്ട, എനിക്കൊരു കാര്യം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവൾ പറയും, നീ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഈ ഒരു രോഗം കാരണം നീയും കഷ്ടപ്പെടാൻ പാടില്ല.
ഞാനാണ് ഇവിടെ പ്രശ്നം ക്രിയേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് മാറുകയാണ് എന്ന് മാത്രം പറയുന്നു. എന്നിട്ട് അവനോട് പറയും ഇനി കിടന്നുറങ്ങിക്കോ, പിന്നെ കഥക് കുറ്റിയിടാൻ മറക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് അവൾ പോവുകയാണ്. എന്നാൽ അത് കേട്ട യാന് ഭയങ്കര വിഷമം വരുന്നു. അവൾ പോവുകയാണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ. ഇനി അടുത്ത ദിവസം മുതൽ ഇഫാന് അവളുടെ ഫ്രണ്ടിനെയും കൂട്ടിയിട്ട് ആ ഒരു ബെസ്റ്റിനെയും കൂട്ടിയിട്ട് അവൾ പുതിയ റൂം തപ്പുകയാണ്. അങ്ങനെ ഒരുപാട് ബ്രോക്കർമാരുടെ കൂടെ അങ്ങനെ അവൾ പല പല സ്ഥലങ്ങളും ഇങ്ങനെ കണ്ടു നോക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഈ ഫ്രണ്ട് പറയുന്നുണ്ട് ഇങ്ങനെ യാനെ കുറ്റം പറഞ്ഞുകൊണ്ട്, നീയല്ലേ നിൻ്റെ റൂമിലോട്ട് ആദ്യമായിട്ട് വന്നത്, എന്നിട്ട് നീ അവിടെ നിന്ന് പോകേ, അവനല്ലേ പിന്നെ വന്നത്, അപ്പോൾ അവനല്ലേ പോകേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഇഫാന് യാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയും അവൻ അതിന് ഒരു പ്രശ്നവുമില്ല, പിന്നെ ഞാൻ ആ ഒരു ഉറക്കത്തിൽ നടത്തം കൊണ്ട് എനിക്കിപ്പോൾ ബാക്കിയുള്ളവരെയും കൂടി ബുദ്ധിമുട്ടിപ്പിക്കുന്നത് അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ ഒരു റൂംമേറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇനി തനിയെ നിൽക്കുന്നതാണ് എനിക്ക് നല്ലത്, അതാകുമ്പോൾ എൻ്റെ പ്രശ്നം ഞാൻ തന്നെ അറിഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അവർ ഒരു സ്ഥലം കണ്ടു, അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ബ്രോക്കറിനോട് ഇത് കുഴപ്പമില്ല ഞാൻ എടുക്കാം എന്ന രീതിയിൽ പറഞ്ഞു തുടങ്ങുമ്പോൾ ഈ ബെസ്റ്റി അങ്ങോട്ട് ഓവർടേക്ക് ചെയ്ത് പറയും, ഇങ്ങോട്ട് നോക്കി, ഈ ജനൽ കൂടെ നോക്കുമ്പോൾ ഇതിലെ വ്യൂ അത്ര ശരിയല്ല, പിന്നെ പെയിൻ്റൊക്കെ ഭയങ്കര ഡള്ളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ കുറ്റങ്ങൾ ഇങ്ങനെ പറയുകയാണ്. ഒരു ബാർഗെയിനിങ്ങിൻ്റെ മറ്റൊരു മോഡ്. എന്നിട്ട് മാക്സിമം റെൻറ്റ് കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കളിയാണ് അവൾ കളിക്കുന്നത്. അത് മനസ്സിലാക്കിയ ഇഫാന് പിന്നെ ആ ഒരു കാര്യം അവൾക്ക് തന്നെ വിട്ടുകൊടുത്തു. അവൾ അതിൽ ഭയങ്കര സൂപ്പർ ടാലൻറ്റഡ് ആണ്. എന്നിട്ട് ആ റൂം തൽക്കാലം അവർ പെൻഡിങ്ങിലിട്ടിട്ട് തിരിച്ച് ഇഫാൻ്റെ റൂമിലോട്ട് തന്നെയാണ് വരുന്നത്. ഇന്ന് ഇവളെയും ഈ ഒരു റൂമിലോട്ട് അവൾ കിടക്കാൻ വേണ്ടി ക്ഷണിക്കുന്നുണ്ട്. മാത്രമല്ല യാനി ഇന്ന് അവനൊരു ബിസിനസ് ട്രിപ്പിലോട്ട് പോയതാണ്, അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി അവനില്ല, അപ്പോൾ ഇവർക്ക് ഇന്ന് ഫ്രീ ആയിട്ട് ഇവിടെ താമസിക്കാം. അപ്പോഴാണ് ഇവിടെ ഈ ബെസ്റ്റി മനസ്സിലാക്കുന്നത് ഇവിടെ ഒരുപാട് ലൈറ്റ് വെച്ചിട്ടുണ്ട്. അത് ചോദിക്കുമ്പോൾ അത് യാൻ്റെ പണിയാണെന്ന് പറയുന്നു. അതിൽ ഇവൾ പറയും ഒരു പക്ഷേ നിനക്ക് സ്ലീപ്പ് വാക്കിംഗ് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടി ചെയ്തതാണോ എന്ന് ചോദിക്കുമ്പോൾ ഇഫാൻ പറയും അത് ആയിരിക്കാം, പക്ഷേ അതുകൊണ്ടൊന്നും എനിക്കൊരു യൂസുമില്ല, ഈ ഉറക്കത്തിൽ നടക്കുന്നവർക്ക് എന്ത് ലൈറ്റ് ഇല്ലാത്തത് ഒരു പ്രശ്നവുമില്ല എന്നൊക്കെ പറയുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അവർ കുളിയും കഴിഞ്ഞ് ഉറങ്ങാനുള്ള പരിപാടിയാണ്. അതിൻ്റെ ഇടയിൽ ബെസ്റ്റ് പറയും ഒരു കണക്കിന് നീ എൻ്റെ ലൈഫിൽ നിന്ന് നിനക്ക് നീ അവനെ നിൻ്റെ പാസ്റ്റ് ആലോചിക്കാൻ താല്പര്യമില്ലെങ്കിൽ നിൻ്റെ ലൈഫിൽ നിന്നും അവനെ പറഞ്ഞയക്കുന്നത് തന്നെയാണ് നിനക്ക് നല്ലത്. ആ ഒരു പാസ്റ്റ് ഇനിയും നിന്നെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുമല്ലോ, അപ്പോൾ അവൻ പോകട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുമുണ്ട്. എന്നാൽ ഇവൾക്ക് അങ്ങനെ അങ്ങോട്ട് അവനെ വിടാൻ താല്പര്യമില്ല. പക്ഷേ അവനെ അടുപ്പിച്ചാൽ അവൻ ഇനി പോയി കഴിഞ്ഞാൽ തനിക്ക് ഇനിയും ആ ഒരു സങ്കടം, ആ ഒരു വിയോഗത്തിൻ്റെ സങ്കടം താങ്ങാനാകില്ല. അതാണല്ലോ ഇവളുടെ ശരിക്കുമുള്ള പ്രശ്നം. എന്നിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ തുടങ്ങിയാണ്. അപ്പോഴാണ് ഈ ബെസ്റ്റ് പറയുന്നത് അവൾക്കും ശരിക്കും പറഞ്ഞാൽ അവൾ ഒരുപാട് റിലേറ്റീവ്സ് ഉള്ള ഒരു വീട്ടിലാണല്ലോ താമസിക്കുന്നത്. അപ്പോൾ അവൾക്കും ഇങ്ങനെ റൂം മാറണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ അവളുടെ അമ്മയുടെ മുഖം ആലോചിക്കുമ്പോൾ അവൾക്കത് തോന്നില്ല. അമ്മ രാവിലെ എഴുന്നേറ്റ് ഇവർക്കെല്ലാം വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നുണ്ട്, പിന്നെ ഞാനിവിടെ റെൻറ്റിന് കൊടുക്കുന്ന ആ പൈസ ഇവിടെ അമ്മക്ക് കൊടുത്താൽ അത് അവർക്ക് വലിയ ഉപകാരമായിരിക്കും എന്നും അവരുടെ രീതിയിൽ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ സംസാരിച്ച് അവൾ തന്നെ അറിയാതെ ഉറങ്ങുകയാണ്. അങ്ങനെ പിന്നെ രണ്ടുപേരും ഉറങ്ങി. അതിൻ്റെ ഇടയിലാണ് ബെസ്റ്റ് എഴുന്നേറ്റ് നോക്കുമ്പോൾ കൂടെ കിടന്ന ഇഫാനെ കാണുന്നില്ല. അങ്ങനെ ഇവൾ ഇതെവിടെ പോയി എന്ന് അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ഇഫാൻ ഇവിടെ രാത്രി എപ്പോഴോ ഉറക്കത്തിൽ നിന്നും എണീറ്റ് നടന്ന് ഇവിടെ യാൻ്റെ റൂമിൽ അവൻ്റെ പുതപ്പും പുതച്ച് നല്ല അടിപൊളിയായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ടാകും. അപ്പോഴാണ് ഇവൾക്ക് ശരിക്കും ഇവളുടെ ആ ഒരു പ്രശ്നത്തിൻ്റെ ഗാഢത മനസ്സിലാകുന്നത്. പിന്നെ നേരെ അടുത്ത ദിവസം തന്നെ ഇവർ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. എന്നിട്ട് ഡോക്ടറിനോട് പറയും അവൾക്ക് ഭയങ്കര സ്ട്രെസ്സായിരിക്കുന്ന ദിവസമോ അല്ലെങ്കിൽ ഉറക്ക് ശരിക്കും കിട്ടാത്ത ദിവസമോ അങ്ങനെയൊക്കെ ആയിരിക്കും താന് അന്ന് രാത്രി ആയിരിക്കും നടക്കാൻ കൂടുതൽ ചാൻസ് എന്നൊക്കെ പറയും. അതിൽ പിന്നെ ഡോക്ടർ ഒരുപാട് മെഡിസിനൊക്കെ എഴുതും, പിന്നെ ഒരുപാട് കൗൺസിലിംഗ് ഒക്കെ നടത്തുകയാണ്. എന്നിട്ട് അവളോട് പറയും മാക്സിമം ഉറങ്ങാൻ ശ്രമിക്കണം, പിന്നെ സ്ട്രെസ്സിലോട്ട് പോകരുത്, അപ്പോൾ തൻ്റെ മനസ്സിന് നല്ല കൂള് തോന്നുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്നൊക്കെ പറയും. എന്നിട്ട് ഇവളോട് ചോദിക്കും തന്നെ ഒറ്റയ്ക്കാണോ താമസിക്കുന്നത് അതോ കൂടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവൾ റൂംമേറ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ ഡോക്ടർ പറയും അതൊരാശ്വാസമാണ്, കാരണം ഇങ്ങനത്തെ ആൾക്കാരെ ഇങ്ങനെ കെയർ ചെയ്യാൻ ഒരു റൂംമേറ്റ് ഉള്ളത് നല്ലതാണ് എന്ന് പറയുന്നു. അത് കേട്ടപ്പോൾ ഇഫാൻ എന്തോ ഒരു ഹാർട്ട് ടച്ചിങ് തോന്നുന്നു. ശേഷം ഡോക്ടറൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ വരുമ്പോൾ ഈ ബെസ്റ്റ് ചോദിക്കും ശരിക്കും നിൻ്റെ പ്രശ്നം എന്തായിരിക്കും, നിനക്ക് ഇപ്പോൾ അധികം സ്ട്രെസ്സൊന്നും ഇല്ലെന്ന് നീ ഡോക്ടറിനോട് പറഞ്ഞു, പിന്നെ വർക്കിൻ്റെ ടെൻഷനും ഇല്ല, പിന്നെ അതുമാത്രമല്ല ഞാനും നിനക്ക് ഒരു പ്രശ്നമല്ല എന്ന രീതിയിലാണല്ലോ നീ ഇപ്പോൾ ഡോക്ടറിനോട് സംസാരിച്ചത്, അപ്പോൾ എന്തായിരിക്കും നിൻ്റെ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് ഇവൾ ഈ ബെസ്റ്റിനോട് പറയാതെ തന്നെ അവളുടെ ആ ഒരു പ്രശ്നം കാണിക്കുകയാണ്. അതായത് അവളുടെ പ്രശ്നം ഇവിടെ ആ ആൻറ്റിയും അവളുടെ അമ്മയുമാണ്. അവർ ലൈഫിൽ എങ്ങനെയൊക്കെ തന്നെ ഉപദ്രവിക്കാൻ പറ്റുന്നു അങ്ങനെയൊക്കെ ചെയ്യുകയാണല്ലോ. അവളുടെ ലൈഫിലോട്ട് വന്നാൽ അന്ന് രാത്രി അവൾക്ക് ഈ സ്ലീപ്പ് വാക്കിംഗ് എന്തായാലും ഉണ്ടാകും. അതാണ് അവളുടെ ശരിക്കുമുള്ള സ്ട്രെസ്സ്.
പിന്നെ ഈ ബെസ്റ്റ് പറയുന്നു, എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നിനക്ക് നല്ലൊരു പയ്യനെ കണ്ടുപിടിച്ചാലോ, ഒരു നല്ല ഈ ഒരു പാസ്റ്റൊന്നും ഇല്ലാത്ത നല്ലൊരു അടിപൊളി ഒരു നല്ലൊരു പയ്യനെ, അതാകുമ്പോൾ നിൻ്റെ ഈ ഒരു ലൈഫിൽ നിന്നൊക്കെ നിനക്കൊരു ചേഞ്ച് ആയിരിക്കോളും, എപ്പോഴും സന്തോഷമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് മോട്ടിവേഷനൊക്കെ കൊടുക്കുന്നുണ്ട് ഈ ബെസ്റ്റ്. അതിൻ്റെ ഇടയിലാണ് ഇവൾ കാണുന്നത് ഹോനിൻ്റെ ഗ്രാൻഡ് ഫാദർ അവിടെ ആ ഹോസ്പിറ്റലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞ് നടക്കുകയാണ്. അതിൽ പിന്നെ ഇവൾ വേഗം ഇഫാനോട് യാത്രയും പറഞ്ഞിട്ട് ആ ഗ്രാൻഡ് പാനെ കണ്ടുപിടിക്കാൻ പോകുന്നു. അങ്ങനെ ഗ്രാൻഡ് പി ആണെങ്കിലോ ഇവളെ കണ്ടിട്ടും സ്വബോധമില്ല, എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ട്. ഒക്കെ പറഞ്ഞതല്ല മറുപടിയല്ല പിന്നെ പറയുന്നത്. അതിൻ്റെ ഇടയിലോട്ടാണ് ഈ ഗ്രാൻഡ് പാനെ നോക്കുന്ന അങ്കിള് വരുന്നത്. അതിൽ അങ്കിളും ഒന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ട് പറയും, ഡയബറ്റിക്സിനെ കാണാൻ വേണ്ടി വന്നതാണ്, ഇവരുടെ മെഡിസിൻ കഴിഞ്ഞു, അപ്പോൾ ഒന്ന് ഡോക്ടറെ കാണിക്കാമെന്നും വിചാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ ഇവളുടെ അടുത്ത് നിന്നും ഈ ഒരു ഗ്രാൻഡ് പാനെ വേഗം അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നത് പോലെയാണ് ഈ അങ്കിൾ പെരുമാറുന്നത്. അവളും കൂടെ വരാമെന്നൊക്കെ പറയുമ്പോൾ അങ്കിൾ സമ്മതിക്കുന്നില്ല. എന്നാൽ ഇവൾക്ക് എന്തോ ഒരു സംശയം തോന്നിയത് കൊണ്ട് തന്നെ ഇവർ അറിയാതെ തന്നെ ഇവരെ ഫോളോ ചെയ്യുന്നുണ്ട് ഇവൾ. എന്നാൽ ഇവരാണെങ്കിലോ നേരെ പോകുന്നത് ഒരു ന്യൂറോളജിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലോട്ടാണ്. എന്നാൽ ആക്ച്വലി ഇവളോട് പറഞ്ഞ അസുഖമാണെങ്കിൽ ഡയബറ്റിക്സിനല്ലേ കാണിക്കേണ്ടത്, എന്നാൽ ന്യൂറോളജിയിലോട്ട് പോയി. എന്നിട്ട് പിന്നെ ഇവർ സംസാരിക്കുന്നത് ഡോക്ടറുമായിട്ട് സംസാരിക്കുന്നതെല്ലാം ഇവർ ഒളിഞ്ഞു കളിക്കുകയാണ്. അതിൽ ആ ഡോക്ടർ ഇവരെ ആക്ച്വലി വഴക്ക് പറയുകയാണ്, ഈ പ്രാവശ്യം കൺസൾട്ട് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ഇവരുടെ ഫാമിലി മെമ്പറിനെയും കൂടി കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ഇപ്പോഴും ഈ അങ്കിളാണല്ലോ വന്നിരിക്കുന്നത്. എന്നാൽ ഈ ഡോക്ടറിന് അത് മതിയായിട്ടില്ല, ഇവരുടെ ഭാര്യ മക്കൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ വരണമെന്ന് പറയുന്നു. എന്നിട്ട് ഇത് സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് ഇവൾ കേൾക്കുന്നത് കൊണ്ട് തന്നെ ഇവൾ നേരെ ഹോനെ വിവരം അറിയിക്കുകയാണ്. എന്നിട്ട് പിന്നെ ഹോൻ ഓഫീസ് കഴിഞ്ഞ് നേരെ ഇവളെയും കൂട്ടിയിട്ട് ഇതേ ഡോക്ടറിൻ്റെ അടുത്ത് വന്ന് കാര്യം ചോദിക്കുമ്പോൾ ഡോക്ടർ അപ്പോഴാണ് ഈ കാര്യം പറയുന്നത്. അതായത് ഈ ഗ്രാൻഡ് ഫാദറിന് അൾഷിമേഴ്സിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജാണ്, ഇപ്പോൾ ഉള്ള കാര്യങ്ങളെല്ലാം മറന്നു പോകും, എന്നാൽ വലിയ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് എത്തിയിട്ടില്ല. ഇപ്പോൾ എല്ലാവരും കൂടെ നിൽക്കണം, അവരെ സപ്പോർട്ട് ചെയ്യണം, ആ ഒരു സമയമാണ് ഇപ്പോൾ. എന്നാൽ അവർ ആരും കാണാതെയാണ്, എന്നാൽ അവരാരുടെയും കൂടെ വരുന്നില്ല, എപ്പോഴും തനിയാണ് വരുന്നത് എന്നൊക്കെ ഇങ്ങനെ ആ ഡോക്ടർ പറയുന്നു. എന്നാൽ അത് കേട്ട ഹോന് ഭയങ്കര വിഷമമായിരുന്നു, തൻ്റെ അപ്പൂപ്പനക്ക് അൾഷിമേഴ്സ് ആവുകയാണ് എന്നറിഞ്ഞതിൽ. അവനക്ക് ആകെ ഇപ്പോൾ ഇവർ മാത്രമേ ഉള്ളൂ, അച്ഛനും അമ്മയും ഒന്നുമില്ല. എന്നിട്ട് അവൻ്റെ ആ സങ്കടമൊക്കെ ഇവിടെ ഈ ബെസ്റ്റിനോട് പറയുന്നുണ്ട്. ബെസ്റ്റിക്കും അത് കേട്ട് ഭയങ്കര വിഷമം വരികയും പതിവ് പോലെ തന്നെ ബെസ്റ്റ് ഇവനെ നന്നായിട്ട് സമാധാനിപ്പിക്കുന്നുമുണ്ട്. എന്നിട്ട് ഇവർ രണ്ടുപേരും നേരെ അപ്പൂപ്പനെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. എന്നാൽ അപ്പൂപ്പനെ അവിടെ എവിടെയും കാണുന്നില്ല. അങ്കിള് നേരെ ഇവരോട് അടുത്ത് വന്നിട്ട് പറയും, അപ്പൂപ്പൻ്റെ ഭയങ്കര ഒരു നായ്ക്കുട്ടിയുണ്ട്, അത് ഇന്ന് രാവിലെ മരിച്ചു എന്ന് പറയുന്നു. അത് കേട്ടത് മോഹൻ ഒന്നുകൂടെ സങ്കടം. കാരണം ഈ അപ്പൂപ്പൻ്റെ കൂടെ ആ ഒരു നായ്ക്കുട്ടി ഏകദേശം 16 വർഷത്തോളമായി അപ്പൂപ്പൻ്റെ എല്ലാമാണ്. ആരില്ലെങ്കിലും ഈ ഒരു നായ ഉണ്ടെങ്കിൽ അപ്പൂപ്പൻ ഹാപ്പിയാണ്. അത്രയും ഭയങ്കര ക്ലോസ് ബന്ധത്തിലായിരുന്നു ഇവർ. എന്നാൽ അത് മരിച്ചെന്നറിഞ്ഞ ഇവർക്ക് പിന്നെ അപ്പൂപ്പൻ്റെ കാര്യം ഇപ്പോഴേ അസുഖം, അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ട്രാജഡിയും കൂടി അപ്പൂപ്പന് ഒരിക്കലും താങ്ങാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. നോക്കിയപ്പോൾ അപ്പൂപ്പൻ തനിയെ ഇരുന്ന് എന്തൊക്കെയോ ഭയങ്കര വിഷമിച്ച് ഇരിക്കുകയാണ്. ഇവൻ അങ്ങോട്ട് പോകാൻ നിൽക്കുമ്പോൾ ഇവിടെ ബെസ്റ്റ് അവനെ പിടിച്ച് നിർത്തിയിട്ട് പറയും, കുറച്ച് നേരം അപ്പൂപ്പൻ അങ്ങനെ ഇരിക്കട്ടെ, ഒന്ന് സമാധാനിക്കട്ടെ, എന്നിട്ട് നമുക്ക് പോകാമെന്ന് പറയുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇവിടെ ഹോന് അപ്പൂപ്പനോടൊന്നും സംസാരിക്കാതെ തന്നെ അവരുടെ കൂടെ താനുണ്ട് എന്ന രീതിയിൽ അവിടെ അടുത്തിങ്ങനെ പോയിരിക്കുകയാണ്. പക്ഷെ ഒന്നും സംസാരിക്കുന്നില്ല. ഇനി അടുത്ത ദിവസം ഈ ബെസ്റ്റ് നേരെ ഇഫാൻ്റെ അടുത്തോട്ട് വന്നിരിക്കുകയാണ്, ഇഫാൻ്റെ ഓഫീസിലോട്ട്. അങ്ങനെ അവർ ഫുഡൊക്കെ കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഇവിടെ ഇഫാന് പറയുകയാണ് ഇവർക്ക് നാഷണൽ ഹോളിഡേ വരികയാണ്. അപ്പോൾ അന്നും ഈ ഒരു ബെസ്റ്റിക്ക് അന്നും വർക്ക് ഉണ്ട്. അപ്പോൾ ഇവളിങ്ങനെ വഴക്ക് പറയണം, എനിക്കൊക്കെ ലീവാണ്, എന്നിട്ട് നീ എന്തിനാ ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്, നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാം എന്നൊക്കെ പറയുമ്പോൾ ഇവളിങ്ങനെ അതിനോക്കെ എന്നൊക്കെ സംസാരിക്കുന്നു. അതിൻ്റെ ഇടയിൽ ഈ ബെസ്റ്റ് ചോദിക്കുന്നു, അല്ല അവനിപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഇഫാൻ പറയും, എനിക്കറിയില്ല, ആക്ച്വലി അവനും ഞാനും ഇപ്പോൾ ഈയിടെയായിട്ട് ഭയങ്കര ബിസിയാണ്, പരസ്പരം കാണാൻ തന്നെ കിട്ടാറില്ല, വേഗം വരിക, കിടന്ന് ഉറങ്ങുക, അവരവരുടെ കാര്യം നോക്കി അങ്ങനെ നടക്കുകയാണ്. പിന്നെ മാത്രവുമല്ല ഞാൻ മൂവ് ചെയ്യുന്ന ആ ഒരു കാര്യത്തിനെ പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യാനും എനിക്ക് സമയം കിട്ടിയിട്ടില്ല, എൻ്റെ റൂം സെറ്റായിട്ട് വേണം എനിക്ക് അങ്ങോട്ട് പോകാൻ എന്നൊക്കെ പറയുന്നു. അത് കേട്ട ബെസ്റ്റ് പറയും, എന്നാലും എന്തായിരിക്കും അവൻ്റെ ആ ഒരു തിരക്ക്, ചിലപ്പോൾ അവനിങ്ങനെ ഒറ്റത്തടിയായിട്ട് ഒരുപാട് നാളായല്ലോ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട്, അവൻ്റെ പാരൻസ് അവനെ കെട്ടിക്കാനുള്ള വല്ല പരിപാടി നോക്കുന്നുണ്ടാവും, വല്ല ബ്ലൈൻഡ് ഡേറ്റ്സും അറേഞ്ച് ചെയ്ത് കൊടുത്ത് അതിൻ്റെ തിരക്കിലായിരിക്കും. എന്നിട്ട് അവളുടെ ഹോന് അവനോട് അവൻ്റെ ബ്ലൈൻഡ് ഡേറ്റ്സിൻ്റെ കഥകളെല്ലാം പറഞ്ഞു കൊടുത്തതെല്ലാം ഇവിടെ ഇഫാനോട് പറയുന്നു. എന്നാൽ ഈ ബ്ലൈൻഡ് ഡേറ്റ്സ് എന്ന് കേട്ടപ്പോഴേ തന്നെ ഇവിടെ ഇഫാന് ഭയങ്കര വിഷമം തോന്നും, ഭയങ്കര ടെൻഷൻ തോന്നുകയാണ്. അതായത് അവനിനി വേറെ കല്യാണം കഴിക്കാൻ എങ്ങാനും പ്ലാൻ ഉണ്ടാകുമോ, ഒരു വല്ല പെണ്ണ് കാണൽ ചടങ്ങും അതിൻ്റെ തിരക്കിലായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രിയാണെങ്കിലോ ഇഫാന് അവൾക്കും പിന്നെ യാനും കൂടെ ഒരു ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടാകും. എന്നിട്ട് യാനും ഓഫീസും കഴിഞ്ഞ് വരുന്നത് നോക്കി അങ്ങനെ നിൽക്കുകയായിരിക്കും. അങ്ങനെ യാൻ വരുമ്പോൾ ഇവൾ പറയും, ഞാൻ ഫുഡ് ഓർഡർ ചെയ്തപ്പോൾ ഇച്ചിരി കൂടിപ്പോയി, നിനക്ക് വേണോ എന്ന് ചോദിക്കുന്നു. എന്നാൽ ഇവനാണെങ്കിൽ അവന് ഓൾറെഡി ഫുഡ് മേടിച്ച് കൊണ്ട് വന്നിട്ടുണ്ടാകും. എന്നിട്ട് ഞാൻ ഇത് കഴിക്കാമെന്ന് പറയുമ്പോൾ ഇഫാന് വിഷമം വരികയും പിന്നെ അവൾ ഓക്കെ എന്ന രീതിയിൽ അവൾ തന്നെ ഒറ്റയ്ക്ക് കഴിക്കാൻ നിൽക്കും. എന്നാൽ അവളുടെ ഈ ഒരു മുഖം കണ്ടപ്പോൾ യാൻ എന്തോ ഭയങ്കര ഒരു വിഷമം, ഞാനും കഴിക്കാം എന്ന രീതിയിൽ അവളുടെ ഫുഡ് തന്നെ
ഇരുന്ന് കഴിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. അത് കണ്ട് ഇഫാന് ഭയങ്കര സന്തോഷമാകും. എന്നിട്ട് ഇവന് പറയും, ഞാൻ നിനക്കിപ്പോൾ ഈടെയായിട്ട് ഫുഡ് ഓർഡർ ചെയ്താലും ഫുഡ് ഉണ്ടാക്കി തന്നാലും നിനക്ക് വേണ്ടെന്ന് പറയും. എന്നിട്ട് ഞാൻ നിൻ്റെത് കഴിക്കണമല്ലേ എന്ന രീതിയിൽ ഒന്ന് മോക്ക് ചെയ്തുകൊണ്ട് അവന് അവളുടെ തന്നെ കഴിക്കാൻ വേണ്ടി തുടങ്ങുന്നു. എന്നാൽ അവന് ഇങ്ങനെ പറഞ്ഞ സാഹചര്യം അവൾക്ക് അറിയാം. അവൾ ഈടെയായിട്ട് അവനെ ഒന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണമെന്ന രീതിയിൽ അവനെ ഒന്ന് വിട്ട് നിർത്തുന്നുണ്ടല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് അവന് ഉണ്ടാക്കുന്ന ഫുഡൊന്നും ഇവൾ കഴിക്കാറില്ലല്ലോ. അതാണ് ഇവിടെ പറയുന്നതെന്ന് മനസ്സിലാക്കി അവളൊന്ന് ചിരിച്ചുകൊണ്ട് പറയും, ഇനി അടുത്ത പ്രാവശ്യം നീ ഉണ്ടാക്കുന്ന ഫുഡ് ഞാൻ കഴിച്ചോളാം എന്ന് പറയുന്നു. അത് കേട്ടതും അവൻക്ക് ഭയങ്കര സന്തോഷമായും. എന്നിട്ട് അവർ രണ്ടുപേരും അങ്ങനെ ഇരുന്ന് കഴിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇവൾ പറയുന്നത് അവൻ്റെ ഈ ഒരു ജാതകം എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവമൊക്കെ ഏതാണെന്ന് ഇവൾക്ക് അറിയാം. നാള് ജാതകം, അതിൽ ഇവൻ്റെ ആ ഒരു നാളിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇവൾ പറയാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ പെട്ടെന്ന് ഇവന് ചോദിക്കും, നീ ഇന്ന് ഡോക്ടറെ അടുത്ത് കാണാൻ പോയില്ലേ, എന്നിട്ട് എന്താ പറഞ്ഞതെന്ന്. അതിൽ അവൾ പറഞ്ഞ കാര്യങ്ങളും ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയും. എന്നിട്ട് പറയും റൂംമേറ്റ് ഉള്ളത് നല്ല കാര്യമാണെന്നും ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇവനൊന്ന് ഞെട്ടിയിട്ട് അപ്പോൾ നിനക്ക് എൻ്റെ ആവശ്യമുണ്ടല്ലേ എന്ന് ചോദിക്കും. അതിൽ അവൾ പറയും റൂംമേറ്റ് ഉണ്ടായാൽ നമ്മൾ എക്സ്ട്രാ ഒന്ന് കെയർ ചെയ്യാൻ അവർ നല്ലതാ, നമ്മളൊന്ന് ഫ്രീ ആയിരിക്കും എന്ന രീതിയിൽ ഡോക്ടർ പറഞ്ഞിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇവൻ പറയും, അതിന് നിനക്ക് എന്നെ ഒന്നും വേണ്ടല്ലോ, നിനക്ക് മൂവ് ഇവിടുന്ന് പോകാനുള്ള പ്ലാനല്ലേ എന്ന് പറയുമ്പോൾ ഇവൾ പറയും, ഞാൻ കാരണം ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് കൺവിൻസ് ചെയ്യുമ്പോൾ ഇവൻ പെട്ടെന്ന് ചോദിക്കും, നിനക്ക് ശരിക്കും പോകണോ എന്ന്. അതിൽ ഇവൾ ഒന്ന് മടിച്ചുകൊണ്ട് പറയും, സത്യത്തിൽ എനിക്ക് പോവണ്ട എന്ന്. അത് ഒരു കൺഫെഷൻ പോലെ അവളുടെ മനസ്സിലുള്ള കാര്യം അവൾ ഓപ്പൺ അങ്ങോട്ട് പറയുന്നു. അത് കേട്ടിട്ട് ഇവിടെ ഞാൻ ഭയങ്കര സന്തോഷമാകും. എന്നിട്ട് ഞാൻ അവൻ്റെ നാളിനെ പറ്റി ഇവളിങ്ങനെ പറയാൻ തുടങ്ങിയപ്പോഴാണല്ലോ ഈ ഡോക്ടറിൻ്റെ കാര്യം ഇവൻ ഓവർടേക്ക് ചെയ്ത് പറഞ്ഞത്. എന്നിട്ട് പറയും, എൻ്റെ നാളിലുള്ള ആൾക്കാർ ഭയങ്കര കെയറിങ് ആയിരിക്കും, ഭയങ്കര സ്നേഹമായിരിക്കും എന്നൊക്കെ ഇവൻ അങ്ങോട്ട് ആഡ് ചെയ്യുന്നു. അത് കേട്ട് ഇവളും ചിരിക്കുന്നു. എന്നിട്ട് ഇവനും ഇവളെ നോക്കി ഇങ്ങനെ ചിരിക്കുമ്പോൾ പെട്ടെന്ന് ഇവൾ അവിടെ നിന്ന് ആ ഒരു സിറ്റുവേഷനിൽ നിന്നൊന്ന് മാറാൻ വേണ്ടിയിട്ട് സൂപ്പ് നല്ല ചൂടാറിയിട്ടുണ്ട്, ഞാൻ ചൂടാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് വേഗം അവിടെ നിന്ന് സ്കൂട്ടാകും ആ ഒരു ഷെയിം ആവലിൽ നിന്നും. എന്നിട്ട് അപ്പോഴാണ് അവളുടെ ആ ഒരു ബ്രോക്കർ റൂമൊക്കെ റെഡിയാക്കി കൊടുക്കുന്ന ആ ഒരു ബ്രോക്കർ ആ കറക്റ്റ് സമയത്ത് വിളിക്കുന്നു. എന്നിട്ട് പറയും അവരുടെ കയ്യിൽ വേറെയും ഒരുപാട് റൂമുണ്ട്, നാളെ വന്നിട്ട് നോക്കാൻ വേണ്ടി പറയുമ്പോൾ ഇവൾ ഞാൻ നോക്കിയിട്ടൊന്ന് പറയും, സോറി എനിക്കിപ്പോൾ തൽക്കാലം റൂം വേണ്ട, എനിക്ക് വേറെ ഒന്ന് അറേഞ്ച് ആയിട്ടുണ്ട് എന്ന് കള്ളം പറയുന്നു. അത് കേട്ടതും ഇവിടെ ഞാനും ഭയങ്കര സന്തോഷമാകും. ഇവിടെ അവൾ പോകുന്നില്ലെന്ന രീതിയിൽ അവിടെ പറഞ്ഞതാണല്ലോ. അങ്ങനെ വീണ്ടും അവർ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അടുത്ത ദിവസം ഒരു കോളിംഗ് ബെല്ലോട് കൂടിയിട്ട് ഇവളുടെ യാനിൻ്റെ അമ്മ വരുന്നത്. എന്നാൽ അമ്മ മാത്രമല്ല, കൂടെ നല്ലൊരു അടിപൊളി ഒരു പെൺകുട്ടിയുമുണ്ട്. യാൻ്റെ അമ്മ ഇവിടെ യാനാണ് ഡോറ് തുറക്കുക എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് മുട്ടിയത്. എന്നാൽ ഇവളെ കണ്ടതും അമ്മ ഒന്ന് ഞെട്ടിയിട്ട് ഇവിടെ തന്നെയല്ലേ ഞാൻ താമസിക്കുന്നത് എന്നൊന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമാണ് അകത്ത് കയറിയത്. എന്നാൽ യാനെ കണ്ട അമ്മ അവനെ വഴക്ക് പറയുകയാണ്, നിനക്ക് അറ്റ്ലീസ്റ്റ് നീ എവിടെയാണ് താമസിക്കുന്നതെന്നെങ്കിലും എനിക്ക് പറഞ്ഞു തന്നൂടെ, ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നിൻ്റെ ഈ ഒരു താമസ സ്ഥലം കണ്ടുപിടിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ വഴക്കും പറയുന്നുണ്ട്. എന്നിട്ട് ഇവളോട് അവിടെ ഇരിക്കാനും പറയുന്നു. എന്നാൽ പുതിയൊരു ഗസ്റ്റ് വന്നിരിക്കുകയല്ലേ, അപ്പോൾ ഇഫാന് അവൾ ആ ഒരു ആതിഥ്യ മര്യാദ രണ്ടുപേർക്കും വെള്ളം ഒഴിച്ചു കൊടുത്ത് അത് കുടിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അവൾ അവളുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോവുകയാണ്. എന്നാൽ ഇവളെ കണ്ട അമ്മയ്ക്ക് ഇവളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് എന്നിങ്ങനെ തോന്നുകയും ഇവിടെ ഇഫാൻ്റെ അടുത്തോട്ട് വന്നിട്ട് ഞാൻ ഇനി എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഇഫാൻ ഓർമ്മിപ്പിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ സ്കൂൾ ടൈമിൽ പാരൻസ് മീറ്റിങ്ങിൽ വരികയും യാനിൻ്റെ ആ ഒരു ലവ് മാറ്റർ പബ്ലിക്കായിട്ട് പറഞ്ഞതുമാണല്ലോ. അതിൽ പിന്നെ അമ്മയോട് ആ ഒരു കാര്യം പറയുമ്പോൾ അമ്മ ഇപ്പോഴാണ് എനിക്ക് ഓർമ്മയായത്, നീയായിരുന്നല്ലേ എൻ്റെ മകൻ്റെ ആ ഒരു ടൈമിൽ ഡേറ്റിങ്ങിൽ ആയിരുന്നത് പെൺകുട്ടി എന്ന് പറയുമ്പോൾ അവൾ പെട്ടെന്ന് തിരുത്തും, ഞങ്ങൾ അന്ന് ഡേറ്റിങ്ങിലല്ലായിരുന്നു എന്ന്. അതിൽ അമ്മ പറയും, ഏതായാലും ഡേറ്റിങ്ങിനാണെങ്കിലും അല്ലെങ്കിലും അവനക്ക് നല്ല മാർക്ക് കിട്ടി, അതുവരെ അവന് ഭയങ്കര ഉഴപ്പായിരുന്നു, അവനെ കൊണ്ട് ഞാൻ തോറ്റിരുന്നു, ഞാനും അവൻ്റെ അച്ഛനും കൂടെ. അങ്ങനെ ഒരു വിട്ട കേസായിരുന്നു. അപ്പോഴാണ് നീ അവൻ്റെ ലൈഫിലോട്ട് വന്നതും പിന്നെ നല്ല പഠിക്കാൻ നല്ല മിടുക്കനായി. പിന്നെ ഒരു കാര്യം അറിയോ, ആ ഒരു ടൈം മാത്രമേ അവൻ ബെസ്റ്റ് ആയിട്ടുള്ളൂ. പിന്നെ കോളേജിൽ പോയപ്പോൾ അവനക്കൊരു ഗേൾ ഫ്രണ്ട് പോലും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അവൻ്റെ കാര്യത്തിൽ ഭയങ്കര വറീഡായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഇവളോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ ഇടയിൽ തന്നെ ഈ ഒരു പെണ്ണ് യാൻ്റെ അടുത്തോട്ട് പോവുകയാണ്. ഞാനാണെങ്കിൽ ഭയങ്കര തിരക്കിലാണ്, അവൻ്റെ ഡ്രസ്സെല്ലാം വാഷ് ചെയ്യുന്നുണ്ട്. ഈ പെണ്ണിങ്ങനെ എന്തെങ്കിലും ഒരു സംസാരിച്ചിട്ട് ഒരു ടോപ്പിക് എടുത്ത് ഇടണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നീയാണോ ഡ്രസ്സ് അലക്കുന്നത്, പിന്നെ നമുക്കൊരു മൂവിക്ക് പോയാലോ എന്നൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്നാൽ അവന് അതിനൊന്നും ഒരു മറുപടി പറയാതെ ജസ്റ്റ് അവോയ്ഡ് ചെയ്തിട്ട് നേരെ അമ്മയുടെ അടുത്തോട്ട് വരുന്നു. എന്നാൽ അമ്മയുടെ അടുത്ത് വരുന്നത് കണ്ടപ്പോൾ ഇഫാന് നിങ്ങൾ സംസാരിച്ചിരിക്കെ ഞാൻ എന്നാൽ റൂമിലോട്ട് പോകട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ റൂമിലോട്ട് പോകും. എന്നാൽ ഞാനെ ശരിക്കും മനസ്സിലായിട്ടുണ്ട്, ഇവൻ ഇവിടെയാണ്, അതും ഒരു പെണ്ണായിട്ടുള്ള റൂംമേറ്റിൻ്റെ കൂടെയാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു കൊടുത്തത് ഇവൻ്റെ സ്വന്തം സിസ്റ്ററാണെന്ന്. എന്നിട്ട് ആ ഒരു കാര്യം ചോദിക്കുമ്പോൾ അമ്മ പറയും, പിന്നെ അവൾ പറയണ്ടേ, ഞാൻ അതും അവളോട് എത്ര ചോദിച്ചതിന് ശേഷമാണെന്ന് അറിയോ അവൾ പറഞ്ഞു തന്നത് എന്നൊക്കെ പറയുന്നു. എന്നിട്ട് പിന്നെ വീണ്ടും ആ ഒരു പെണ്ണിനോട് നീ ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങി കാണും, ഞാനൊന്ന് സംസാരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട്
നേരെ അവനെയും കൊണ്ട് ബാൽക്കണിയിൽ പോകുന്നു. എന്നിട്ട് ഈ അമ്മ ഇവനെ നന്നായിട്ട് വഴക്ക് പറയാണ്. ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നോ ആ ഒരു പെണ്ണുമായിട്ടുള്ള ബ്ലൈൻഡ് ഡേറ്റ് സെറ്റാക്കിയത്, എന്നിട്ട് നീ എന്താ ചെയ്തത്? അവളെ ഒന്ന് മൈൻഡ് പോലും ചെയ്യുന്നില്ല. അവളുടെ അമ്മയാണെങ്കിൽ എന്നെ വിളിയോട് വിളി, ഞാൻ എന്താണ് അവർക്ക് മറുപടി കൊടുക്കേണ്ടത്? എന്നിട്ട് സ്വകാര്യമായിട്ട് ചോദിക്കും, അവൾ നേരത്തെ കണ്ട ആ ഒരു പെൺകുട്ടി, അവൾ നിനക്ക് ഇഷ്ടമാണോ, അവൾ നിൻ്റെ ഗേൾ ഫ്രണ്ട് ആണോ എന്ന് ചോദിക്കുമ്പോൾ ഇവനൊന്ന് മടിച്ചുകൊണ്ട് വരും, ഇതുവരെ അല്ല എന്ന്. പിന്നെ അമ്മ പറയും, എനിക്ക് ഇഷ്ടമാണെങ്കിൽ നീ അവളോട് തുറന്ന് പറയല്ല വേണ്ടത്, ഇങ്ങനെ മാറി നിന്നിട്ട് എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഉപദേശം. എന്നാൽ ഇവർ ഈ സംസാരിക്കുന്നതെല്ലാം ഇഫാന് അവളുടെ റൂമിലോട്ട് കേൾക്കുന്നുണ്ട്. പക്ഷെ അത്ര അങ്ങോട്ട് വ്യക്തമല്ല. പക്ഷെ ഇവൾ തെറ്റിദ്ധരിക്കുകയാണ്. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് ആ ഒരു പെണ്ണുണ്ടല്ലോ, കൂടെ വന്ന പെണ്ണ്, അവളെ ഇഷ്ടമുള്ള കാര്യമാണ് ഇവിടെ പറയുന്നതെന്നാ. എന്നാൽ ഇഫാനെ പറ്റിയാണെന്ന് അവൾക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും അമ്മ ഇവളെയും വലിച്ചു കൊണ്ട് വന്നതല്ല. അതുകൊണ്ട് തന്നെ എന്തായാലും ഇവരെ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തു പോകുകയാണ്. ഇനി അവൻ പോയി കഴിഞ്ഞപ്പോൾ ഇഫാൻ എന്തോ ഒരു മിസ്സിങ്, ആരോ കൂടെ ഇല്ലാത്തതുപോലെ ആ ഒരു ഒറ്റപ്പെട്ട ഫീല്. അവളിങ്ങനെ വിഷമിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഞാൻ കയറി വരുന്നത്. അവനൊരു ഫുഡുമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ഇവളോട് കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവൻ തന്നെ എല്ലാം വിളമ്പി കൊടുക്കുന്നു. എന്നിട്ട് പറയും, നീ ഇരുന്ന് കഴിച്ചോ, ഞാൻ കുളിച്ചിട്ട് വരാമെന്ന്. അതിൽ ഇവന് കഴിച്ചിട്ടില്ലെന്നറിഞ്ഞ് ഇഫാന് ഭയങ്കര ഒരു സന്തോഷം വരികയാണ്. അതിൽ ഇവളും പറയും, എന്നാൽ നീ കുളിച്ചിട്ട് വാ, എന്നിട്ട് നമുക്ക് ഫുഡൊന്നുകൂടെ ചൂടാക്കിയിട്ട് കഴിക്കാം, ഞാൻ ഇന്നെ വെയിറ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ ഇവനെ വെയിറ്റ് ചെയ്യാണെന്ന് അറിഞ്ഞു. പിന്നെ ഇവൻ കുളിക്കാൻ നിന്നില്ല. നേരെ ഇവന് അതേപോലെ അങ്ങോട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വരും. എന്നാൽ ഇവൾക്ക് ആ ഒരു ഡേറ്റിംഗ് എന്തായി, എന്തൊക്കെയായി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര ആകാംക്ഷ. പക്ഷെ അങ്ങനെ അങ്ങോട്ട് ചോദിച്ചാൽ ഇവനെങ്ങാനും തെറ്റിദ്ധരിച്ചാലോ എന്ന രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ ഇവളുടെ ഈ ഒരു നോട്ടം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്തോ ഒന്ന് ചോദിക്കാനുണ്ടെന്ന്. പിന്നെ ഇവൻ തന്നെ ചോദിക്കും, എന്താ നിനക്ക് എൻ്റെ ഡേറ്റിങ്ങിൻ്റെ ബാക്കി റിസൾട്ട് അറിയണോ എന്ന്. അതിൽ ഇവൾ പെട്ടെന്ന് അതൊന്നുമല്ല, പിന്നെ എന്താ നീ ഇങ്ങനെ നോക്കി നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഇവന് പറയും, ഇവൻ ആക്ച്വലി കുളിക്കാൻ വേണ്ടി പോയപ്പോൾ ഇവൻ്റെ ഷർട്ടൊക്കെ ഊരിയിരുന്നു, ഒരു ബനിയൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവൾ പറയും, നീ ഇങ്ങനെ ഈയിടെയായിട്ട് ഭയങ്കര സ്ലീവ്ലെസ് ഡ്രസ്സും ഷർട്ടില്ലാതെ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്, നമ്മൾ ആദ്യമേ ഉള്ള എഗ്രിമെൻ്റ് ആണല്ലോ ഇങ്ങനെ പബ്ലിക്കായിട്ട് നടക്കരുതെന്ന്. അത് കേട്ടതും ഇവൻ ഒന്ന് ഞെട്ടി. എന്നിട്ട് പക്ഷേ ഇവൻ അങ്ങനെ വിട്ടുകൊടുക്കാൻ റെഡിയല്ല. ഇവൻ ചോദിക്കും, നിനക്ക് നിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്ന് ഉപദേശിക്കുകയാണ്. എന്നിട്ട് ഇവൻ പറയും, ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഭംഗി കാരണം എല്ലാവർക്കും ഒന്ന് അങ്ങോട്ട് കൺട്രോൾ തെറ്റാൻ നല്ല ചാൻസ് ഉണ്ട്, അതുപോലെ നീ ആയോ എന്ന് ചോദിക്കുമ്പോൾ ഇവൾ പെട്ടെന്ന് ഇവൻ്റെ ഈ ഒരു ടോക്ക് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവൾ പെട്ടെന്ന് പറയും, ശരിയാ എനിക്കും അങ്ങനെ തോന്നുന്നുണ്ടെന്ന്. പക്ഷെ പിന്നീടാണ് അവൾ എന്താ പറഞ്ഞതെന്ന് അവൾക്ക് ഓർമ്മയായത്. എന്നിട്ട് അവൾ ഇതിങ്ങനെ ന്യായീകരിക്കാൻ നോക്കുമ്പോൾ ഇവന് പെട്ടെന്ന് അവളുടെ കൈ പിടിച്ചുകൊണ്ട് ചോദിക്കും, നീ എന്താ ഇപ്പോൾ പറഞ്ഞത്, നിനക്ക് എന്നെ കണ്ടിട്ട് കൺട്രോൾ പോകുന്നുണ്ട് എന്നാണോ പറയുന്നത് എന്ന് പറയുമ്പോൾ അവളല്ല എന്ന് പറയുന്നു. അതിൽ പിന്നെ ഇവന് നേരെ അവളെ കൊണ്ട് അവൾ പറഞ്ഞത് ഒന്നുകൂടെ അങ്ങോട്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് നേരെ അവളുടെ അടുത്തോട്ട് ഇരുന്ന് അവളുടെ ക്ലോസ് ആയിട്ട് നിന്നിട്ട്, നീ പറ, നീ പറയാൻ ഇപ്പം പറഞ്ഞത് ഒന്നുകൂടെ പറയാൻ ധൈര്യമുണ്ടെങ്കിൽ പറ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളിങ്ങനെ ചാലഞ്ച് ചെയ്യിക്കുകയാണ്. അതിൽ ഇവൾ പെട്ടെന്ന് പറയും, ശരിയാ നീ നമ്പർ 1 തന്നെയാണ്, എത്രയും നമ്പർ 1 ആയ നിന്നെയൊക്കെ കണ്ട് കൺട്രോൾ പോകാൻ മാത്രം ഞാൻ അത്രയ്ക്കും വലിയൊരാളല്ല എന്ന് പറയുന്നു. അത് കേട്ടതും ഇവിടെ അത്ര അങ്ങോട്ട് സുഖിച്ചില്ല. മനസ്സ് തട്ടിയ പോലെ അവൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇവരുടെ ആ ഒരു ബോണ്ട് സെറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഇവൾ അത് തകർക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അങ്ങനെ അവൻ്റെ ആ ഒരു സങ്കട മുഖം കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിച്ചു. പക്ഷെ അതിനു മുന്നേ ആ ഒരു ഡേറ്റിംഗ് എന്തായി എന്നറിയാം. ഈ അമ്മയും ഈ പെണ്ണും ഞാനും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. പക്ഷേ ഞാനാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് ഇരിപ്പൊട്ടുന്നില്ല എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവമാണ്. ഇവന് വേഗം തന്നെ എക്സ്ട്രാ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ ആ ഒരു ഫുഡും കൊണ്ട് അവിടുത്തെ ആ ഒരു സ്റ്റാഫ് വന്നതും അത് റെഡിയായി എന്ന് പറഞ്ഞതും ഇവൻ ചാടി എണീക്കും. എന്നിട്ട് പറയും, ഓക്കെ നിങ്ങൾ കഴിച്ചോ, ഞാൻ ബില്ല് പേ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇനി വേണമെങ്കിൽ വാങ്ങിച്ച് കഴിച്ചോ, ഞാൻ പോകുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വേഗം പോകാൻ നിൽക്കുമ്പോൾ അമ്മ അവരെ പിടിച്ച് നിർത്തുകയാണ്. എന്നിട്ട് പറയും, നീ എന്താ ഈ ചെയ്യുന്നത്, നമ്മൾ ഒരുമിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടല്ല വന്നത്, ഞാൻ ഓൾറെഡി ബില്ലൊക്കെ പേ ചെയ്തിരിക്കണം, ഇനി എനിക്കൊന്നും സംസാരിക്കാനില്ല, നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അപ്പോൾ തന്നെ അവിടെ നിന്ന് സ്കൂട്ടാക്കുകയാണ്. എന്നിട്ടാണ് ഇവിടെ യഫാനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നത്. അമ്മയാണെങ്കിലോ ഈ പെണ്ണിൻ്റെ ഇടയിൽ ആകെ ഷെയിമായിക്കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ആ ഒരു രംഗം കാണിച്ചുകൊണ്ട് ശരിക്കും ഈ എപ്പിസോഡ് അവസാനിച്ചു. അപ്പോൾ നമുക്ക് ബാക്കി എന്തൊക്കെയായെന്ന് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ടാറ്റ ബൈ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.